വിസ്മയ ഇപ്പൊ ഇവിടെ എന്തിനാ വന്നേ? ഓ, മനസ്സിലായി. എന്നെ പാടാൻ നിർബന്ധിക്കാനാണ്. ആ ഒരു പാട്ട്, ആ ഒരു ആഗ്രഹം സാധിക്കാതെയാ ഞാൻ പോകുന്നേ. ആ ഒരു പാട്ട് അത് ഞാൻ പാടിയോ വിസ്മയ തീരുമാനം മാറ്റോ? എല്ലാരും ഉപേക്ഷിച്ച് പോവാതിരിക്കോ? ശ്യാമയ്ക്കതിന് കഴിയില്ലല്ലോ. കഴിയും. ഈ ഒരു പാട്ട് നിനക്ക് വേണ്ടി ഞാൻ പാടാം. എനിക്ക് വേണ്ടി പാടോ അതോ അതോ നമുക്ക് രണ്ടുപേർക്കും കൂടി ചാവണോ? ശ്യാമേ, നീ എനിക്ക് വേണ്ടി പാടോ അതോ നമുക്ക് അങ്ങോട്ട് പോണോ? ഞാൻ പാടാം. ഞാൻ നിനക്ക് വേണ്ടി പാടാം. ഇതും അപ്പൊ അവളുടെ അടവാ. എന്നാ അതൊന്നും അറിയണമല്ലോ. മനസ്സിലായി വിസ്മയ, നിന്റെ അടവ് ശരിക്കും മനസ്സിലായി. നിനക്ക് ഞാൻ തണുത്ത വെള്ളം തന്നെ തരാം. ഈ ചൂടുവെള്ളം അകത്ത് ചെല്ലുമ്പോ നിന്റെ ബോധക്കേടെല്ലാം മാറും. ശരിയാക്കി തരാം ഞാൻ. എനിക്ക് വയ്യേ. ശരിയാക്കി തരാം ഞാൻ. അയ്യോ, എനിക്ക് വയ്യേ. അയ്യോ അയ്യോ. പാവം എന്റെ വിസ്മയം ആകെ തളർന്നു പോയല്ലേ. ഇത് കുടിക്കേ. അയ്യോ അയ്യോ, എന്റെ കൈ പൊങ്ങുന്നില്ല. എനിക്ക് കുടിപ്പിച്ചതാ. അയ്യോ പാവം, ഞാൻ പിടിച്ചേരാട്ടോ. കുടിക്കേ കുടിക്കേ. അയ്യോ അയ്യോ, എന്റെ തൊണ്ട പൊള്ളുന്നേ. അയ്യോ എന്റെ തൊണ്ട പൊള്ളേ. നീ എനിക്ക് ചൂടുവെള്ളം തന്നെ കൊല്ലാൻ നോക്കില്ലേടി? അയ്യോ അയ്യോ, എന്റെ വായ പൊള്ളി. നിന്റെ അഭിനയത്തിന് പറ്റിയ മരുന്ന് ഞാൻ തന്നു. വാ കുറച്ച് പൊള്ളിയെങ്കിൽ എന്താ, പെട്ടെന്ന് നിന്റെ തളർച്ച മാറിയല്ലോ. ഇങ്ങനെ തോന്നുമ്പോ തളർച്ച വരുന്നവർക്കുള്ള ഒറ്റമൂലിയായത്. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും പാടാൻ ഇവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. തൽക്കാലം ക്ഷമിച്ചേ പറ്റൂ.
സാരമില്ല, അത് പോട്ടെ. ഞാൻ വന്ന കാര്യം, അയ്യോ അയ്യോ. വാ ശരിക്കും പൊള്ളിയിരിക്കയല്ലേ? ഇനി അധികം സംസാരിക്കണമെന്നില്ല. വിസ്മയ ഇങ്ങോട്ട് വന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. വിസ്മയക്ക് വേണ്ടി ഒരു ഫംഗ്ഷന് ഞാൻ വീണ്ടും പാടണം അല്ലേ? എങ്കിലൊറ്റ വാക്കിൽ ഞാൻ ഉത്തരവും പറയാം, ഞാൻ പാടില്ല. അയ്യോ ശ്യാമേ. ശ്യാമ പറഞ്ഞാൽ പറഞ്ഞതാ. ഇനി ഞാൻ എനിക്ക് വേണ്ടി മാത്രമേ പാടുന്നുള്ളൂ. ശ്യാമേ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ഇനി കൂടുതൽ സംസാരിക്കണമെന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ഞാൻ പറയുന്നില്ല. എനിക്ക് വേറെ കുറച്ച് ജോലിയുണ്ട്. ശ്യാമേ, ചെറിയൊരു സിമ്പതിയുടെ പേരിലെങ്കിലും. ഇനി നീ ഇവിടെ കിടന്ന് മരിക്കുമെന്ന് പറഞ്ഞാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും. പിന്നെ നാവ് പൊള്ളിയിരിക്കുകയാണല്ലോ, അപ്പോ പൊള്ളലും നീറ്റലും മാറ്റുന്ന നല്ലൊരു മരുന്നുണ്ട്, ചെറുതേ. അത് വാങ്ങി ശരിക്കും നാവിൽ പുരട്ടിക്കോ. ഫംഗ്ഷനെ ഒറ്റയ്ക്ക് പാടാനുള്ളതല്ലേ അല്ലേ വിസ്മയ? എന്ത് വേദനയാ, ശരിക്കും പൊള്ളിയും തോന്നുന്നു. വിസ്മയ, വിസ്മയ എന്താ ഇവിടെ? എന്തു പറ്റി? ഇതാ ശ്യാമ ചെയ്ത വേലയാ. എന്റെ വായ പൊള്ളിച്ചു. വായ പൊള്ളിച്ചോ? ആ വർമ്മ സാറിന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് ഞാൻ പാടുന്നെന്നറിഞ്ഞ എന്റെ വാശിയ. എന്നിട്ട് ഞാൻ ശ്യാമയെ വെറുതെ ഒന്ന് കാണാൻ അവളുടെ വീട്ടിൽ ചെന്നതാ. എനിക്ക് വല്ലാത്ത തളർച്ച വന്നു. ഞാൻ കുടിക്കാൻ തണുത്ത വെള്ളം ചോദിച്ചു. അവള് തിളച്ച വെള്ളം എടുത്ത് എന്റെ വായിലേക്ക് ഒഴിച്ചു തന്നു. ഞാനങ്ങ് പിടച്ചുപോയി. എന്നിട്ട് വിസ്മയ ഒന്നും പറഞ്ഞില്ലേ? അവരുടെ സംസ്കാരം അല്ലല്ലോ എനിക്കുള്ളത്. എന്നാലും ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവളുടെ അഹങ്കാരം കൂടി വരിക. ഇതറിഞ്ഞ എന്റെ മമ്മി അടങ്ങിയിരിക്കില്ല. പക്ഷെ മമ്മി സ്ഥലത്തില്ല, എന്ത് ചെയ്യാനാ? അങ്ങനെ ആരും അടുത്തില്ലെന്ന് കരുതിയിട്ട് വിസ്മയെ ക്ഷമിക്കൊന്നും വേണ്ട. വിസ്മയ്ക്കൊപ്പം ഞാനുണ്ട്. ആ ശ്യാമയെ എനിക്ക് അത്രയ്ക്ക് വെറുപ്പാ. അല്ല, എന്ന് കരുതി നമുക്ക് അവളെ എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാനാവില്ല, എനിക്കറിയാം. എനിക്കോ ഈ ഐശ്വര്യക്കോ? എന്റെ മുന്നിലെ ആ ശ്യാമ ഒന്നുമല്ല. അല്ല, ഐശ്വര്യ ചേച്ചിക്കും ശ്യാമയെ പേടിയാണെന്ന് തോന്നുന്നല്ലോ. എനിക്കോ പേടിയോ? ശ്യാമയോ? നന്നായി. വിസ്മയ്ക്കറിയോ, ഇപ്പോ അവരുടെ ആ പച്ചക്കറി കടയാ ശ്യാമയും ആ കുടുംബത്തിനെയും നിലനിർത്തുന്നത്. അല്ലെങ്കിൽ അവൾ ഇത്രയും അഹങ്കരിക്കില്ല. എന്നാ പിന്നെ ആ പച്ചക്കറി കട അങ്ങ് പൂട്ടിച്ചാ പോരെ? ഐശ്വര്യ ചേച്ചിക്ക് അത്ര കഴിവുണ്ടെങ്കിൽ അതങ്ങ് ചെയ്യേ. വേണ്ടി വന്നാ ഞാൻ ആ പച്ചക്കറി കടയും പൂട്ടിക്കും. അവളുടെ അഹങ്കാരം തീർക്കും. എന്തിനാ ചേച്ചി ഇതൊക്കെ വെച്ച് താമസിപ്പിക്കുന്നേ? നമ്മളൊന്ന് തീരുമാനിച്ചാ അത് അപ്പം നടപ്പാക്കണം. ബുദ്ധിയുള്ളവർ അങ്ങനെയാ ചെയ്യുന്നേ. ഐശ്വര്യേച്ചി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ശരിക്കും ബുദ്ധിയും സൗന്ദര്യവും കഴിവും ഒക്കെ ഉള്ള ഒരാളായിട്ടാ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഐശ്വര്യേച്ചിയുടെ ബുദ്ധിയും കഴിവും മറ്റുള്ളവരും കൂടെ അറിയട്ടെ ചേച്ചി.
പച്ചക്കറി കട അങ്ങ് പൂട്ടിക്കേ. അതിനൊരു വഴിയുണ്ട്. താമസിക്കണ്ട. എന്നാ പിന്നെ ഇപ്പൊ തന്നെ അതിന് വേണ്ട ചെയ്യ്. എന്തിനും ഏതിനും ഒപ്പം ഞാനുണ്ട്. ഭദ്ര, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഒരു പച്ചക്കറി കട പൊളിക്കണം. തല്ലി പൊളിക്കല്ല, ബുദ്ധി ഉപയോഗിച്ച് മെല്ലെ. ദാ, ഈ നിമിഷം മുതൽ ഐശ്വര്യയുടെ ബുദ്ധി അതിനാ ഉപയോഗിക്കുന്നത്. ശ്യാമയുടെ പച്ചക്കറിക്കട പൊളിക്കാൻ ഇപ്പൊ തന്നെ എന്റെ ആളാ പച്ചക്കറിക്കടയിലെത്തും. എന്താ വേണ്ടേ? പുതിയ കടയല്ലേ? ആ, കുറച്ചു നാളായി തുടങ്ങിയിട്ട്. അല്ല, എന്താ വേണ്ടേ? പുതുതായൊരു മെസ്സ് തുടങ്ങിയിട്ടുണ്ട്. ദിവസവും അവിടേക്ക് പച്ചക്കറി വേണം. ആ, ലിസ്റ്റ് അയച്ചു തന്നാൽ മതി, ഓർഡർ എത്തിക്കാം. ദിവസവും കുറഞ്ഞതൊരു 30,000 രൂപയുടെ പച്ചക്കറി എങ്കിലും വേണ്ടിവരും. 30,000? ഒരു ദിവസത്തേക്ക് അത്രയും പച്ചക്കറിയോ? ഞങ്ങൾക്ക് വേറെ മെസ്സും ഹോട്ടലും ഒക്കെ ഉണ്ടേ. പച്ചക്കറി ഞാൻ പറയുന്ന മെസ്സിൽ ഇറക്കിയാൽ മതി. ഒരു ദിവസം 30,000 രൂപയുടെ പച്ചക്കറി എന്ന് പറയുമ്പോൾ ബൾക്ക് ഓർഡർ. അത് അതിൽ ടെൻഷനൊന്നും വേണ്ട. ഇന്ന് പച്ചക്കറി ഇറക്കിയാൽ നാളെ രാവിലെ കാശ് തരും. ഞാനൊന്ന് ആലോചിക്കട്ടെ. സർ, ഒന്ന് വരൂ. ഒരു മിനിറ്റ്. സർ, ലാഭം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ദിവസം ഹോൾസെയിലിൽ ഇത്രയും പച്ചക്കറി എടുക്കാനുള്ള കാശ് നമ്മുടെ എവിടുന്നാ? ഏയ്, അത് സാരമില്ല. 2 ദിവസത്തേക്കൊക്കെ കടം കിട്ടും. പിറ്റേന്ന് രാവിലെ ക്യാഷ് തരാന്നല്ലേ പറയുന്നത്? അതെ, പിറ്റേന്ന് രാവിലെ ക്യാഷ് തരാന്ന് പറഞ്ഞേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം അവർ ക്യാഷ് തരാൻ മുടങ്ങിയാ പെൻഡിങ് ഒരുപാട് ചേർന്ന് വലിയ തുകയാവും. അത് സംഗതി ശരിയാ. പക്ഷെ ബിസിനസ് ഇങ്ങനെയാ. ലാഭം കൂട്ടണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. ആ, ഞാൻ ആളോടൊന്ന് സംസാരിക്കട്ടെ. അഡ്വാൻസ് കിട്ടുമെന്ന് നോക്കാം. ബാക്കി പിന്നെ തീരുമാനിക്കാം. ദാ 5,000 രൂപയുണ്ട്. ബാക്കിയെല്ലാം പറഞ്ഞ പോലെ. മെസ്സിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ അറിയിക്കാം. എന്നാ ഞാൻ പോയിക്കോട്ടെ. ഹലോ മാഡം. പോയ കാര്യം എന്തായി? അഡ്വാൻസ് കൊടുത്തു മാഡം. കമ്പനി ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അഖിൽ സംശയിക്കും. ഇല്ല മാഡം. നമ്മുടെ പുതിയ മെസ്സിന്റെ കാര്യമൊന്നും അഖിലിന് അറിയില്ല. അവൻ പച്ചക്കറി ബൾക്കായിട്ട് തന്നെ ഇറക്കട്ടെ. അത് കഴിഞ്ഞ് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ആ ശ്യാമയെ ഞാൻ തറ പറ്റിക്കും.
മോളെ ശ്യാമേ, ദേ ജി കെ സാറ്. നമസ്കാരം. 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 അഖിൽ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനും ശ്യാമയും കടയിലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വന്നതാ. ഇത് മിസ്റ്റർ ജയദേവൻ, ഞങ്ങളെ ആത്മമിത്രങ്ങളാ. ശ്യാമയ്ക്ക് വലിയൊരു ഓഫറുമായിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. സാക്ഷാൽ കൃഷ്ണന്റെ മധുരയിൽ കൃഷ്ണലീലയുടെ ഭാഗമായി സംഗീതോത്സവം നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഓരോ ഭാഷയിൽ നിന്നും ഓരോ ഗായകർക്ക് കൃഷ്ണഭക്തി ഗാനം ആലപിക്കാൻ അവസരമുണ്ട്. കേരളത്തിൽ മലയാളത്തിൽ നിന്ന് ശ്യാമയാ സെലക്ട് ചെയ്തിരിക്കുന്നത്. കൃഷ്ണന്റെ അടുത്തയാളല്ലേ ശ്യാമ. കൃഷ്ണൻ നേരിട്ട് ക്ഷണിക്കുന്നതാവും. എന്റെ കൃഷ്ണ, സംഗീത കച്ചേരിക്ക് ഇനി ദിവസങ്ങളില്ല. ശ്യാമ വരണം. യാത്രയ്ക്ക് വേണ്ട ഏർപ്പാടുകളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യും. എന്റെ കൃഷ്ണ. ശ്യാമയ്ക്കും അഖിലിനും അവിടേക്കും തിരിച്ച് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെയാ. കണ്ണന്റെ മധുരയിൽ പാടാൻ കിട്ടുന്ന അവസരം ആരെങ്കിലും വേണ്ടെന്ന് വെക്കൂ സർ. ശ്യാമയും ഞാനും ഉറപ്പായിട്ടും വരും. ദാ ഇത് വാങ്ങിക്കോളൂ. ചെറിയൊരു അഡ്വാൻസാ. മറ്റ് എക്സ്പെൻസുകൾ, റെമ്യൂണറേഷൻ എല്ലാം പ്രോഗ്രാം കഴിയുമ്പോൾ സെറ്റിൽ ചെയ്യും. സർ, മധുരയില് എന്റെ കണ്ണന്റെ മുമ്പിൽ പാടാൻ ഒരു അവസരം കിട്ടാന്ന് പറഞ്ഞാ അതിൽ കൂടുതൽ എനിക്ക് എന്ത് ഭാഗ്യ വേണ്ടത്? ഒക്കെ ശരിയാ. ഇത് കൃഷ്ണന്റെ പേരിലുള്ള ഒരു ട്രസ്റ്റ് നടത്തുന്ന പ്രോഗ്രാമാണ്. അവർക്ക് ചില പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്. അതിന്റെ ഭാഗമാണ് ഈ അഡ്വാൻസ്. ശ്യാമ വാങ്ങിക്കോളൂ. മടിക്കണ്ട, വാങ്ങിക്കോളൂ. എന്റെ കണ്ണ. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. പുറപ്പെടേണ്ട സമയവും മറ്റു ഡീറ്റെയിൽസും ഒക്കെ പിന്നാലെ അറിയിക്കാം. താങ്ക് യു ശ്യാമ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി സാർ. എന്നാ ശരി, ശരി, സർ. വരട്ടെ. കുറെ സങ്കടപ്പെടുത്തിയെങ്കിൽ എന്താ, കണ്ണൻ ഇപ്പൊ സ്വന്തം ആളായി അനുഗ്രഹിക്കുക ശ്യാമേ. മെസ്സിൽ സപ്ലൈ ചെയ്ത പച്ചക്കറിയുടെ ക്യാഷ് ഇന്ന് ഇടാന്ന് പറഞ്ഞാണല്ലോ. വന്നില്ലല്ലോ. ഒന്ന് വിളിക്കാം. ഹലോ, ആരാ? ഹലോ, ഇത് പച്ചക്കറി കടയെന്നാ. നിങ്ങൾ തരാന്ന് പറഞ്ഞ ക്യാഷ് ഇതുവരെ അക്കൗണ്ടിൽ വന്നില്ലല്ലോ. ഇങ്ങോട്ട് പച്ചക്കറി ഇറക്കും മുമ്പ് ക്യാഷോ? അല്ല, അങ്ങനെയാണല്ലോ നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ്. ഓ, അപ്പൊ അങ്ങനെ പറഞ്ഞു കാണും. ക്യാഷിന് ഇത്തിരി ടൈറ്റാ. അല്ല, എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഒരു ദിവസം കൊണ്ട് തന്നെ കണക്ക് തീർക്കാം. ഇനിയും നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പച്ചക്കറി വാങ്ങുന്നേ. അത് പറ്റില്ല. ഇത്രയും ക്യാഷ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാവില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. അല്ല, ഞാൻ പറയട്ടെ. നാളെയും പച്ചക്കറി എത്തിക്കാൻ മറക്കല്ലേ. പൈസ തരും, തരാതിരിക്കില്ല. എന്നാ ഓക്കെ. ഹലോ, ഇങ്ങനെ വിട്ടാ പറ്റില്ല. വലിയ പ്രശ്നമാവും. നേരെ മെസ്സിലേക്ക് തന്നെ ചെല്ലാം.
ഞാൻ പച്ചക്കറി കടയിൽ നിന്ന് വന്നതാ. ഇന്ന് പച്ചക്കറി ഇറക്കിയോ?